ഹലോ, ഇന്ന് കുറച്ച് അൺബോക്സിംഗ് ആണ് കേട്ടോ. എൻ്റെ അൺബോക്സിംഗ് ഒക്കെ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. ഞാൻ അജിയോയിൽ നിന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് പാൻറ്റുകളും കുറച്ച് ഡ്രസ്സുകളാണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത്. അതായത് ഇതൊരു പാൻറ്റാണ്. നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, അവാസ എന്ന് പറയുന്ന അജിയോൻ്റെ ബ്രാൻഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് ഏകദേശം വില എന്ന് പറയുന്നത് MRP 599 രൂപയാണ്. പക്ഷേ ഇതിന് 250 ആ റേഞ്ചിലാണ് എല്ലാ പാൻറ്റും എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതിന് പോക്കറ്റ് ഇല്ല, പക്ഷേ കുഴപ്പമില്ല. നോക്കുമ്പോൾ ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ എന്ന് പറയുന്നത്, കോട്ടൺ അല്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു പാൻറ്റും. നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന നല്ല പാൻറ്റാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ കുറച്ച് പുറത്തേക്ക് ഇടാം. നമുക്ക് പല്ലാസമൊക്കെ ഇടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് പുറത്തേക്ക് ഇടാം. ഇതിന് പോക്കറ്റ് ഉണ്ട്, അടിയിലൊരു ലൈനിങ്ങും കൂടി വരുന്ന ഒരു പാൻറ്റാണ് കേട്ടോ ഇത് കൊള്ളാവും. നമുക്ക് വർത്താണ്, നമ്മുടെ പൈസയ്ക്ക് വർത്താണ് എല്ലാം. ഈ 3 പാൻറ്റുകളും 250, 59 അങ്ങനെയൊക്കെ ഒരു റേഞ്ചാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 599 തന്നെയാണ് ഇതിൻ്റെ MRP എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇതൊരു ബ്ലാക്ക് പാൻറ്റാണ്. പ്യോർ ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള പാൻറ്റ്. ഇതിന് 499 ആണ്. ഇതിൻ്റെ വില എനിക്ക് തോന്നുന്നു 200 സംതിങ് ഒക്കെ ഉണ്ടോ, 250 ഇല്ല. ഇതിനൊരു പോക്കറ്റ് ഉണ്ട്, പക്ഷേ മെറ്റീരിയൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഇത്തിരി ട്രാൻസ്പെറൻ്റ് ആണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അതാണ് 3 പാൻറ്റുകൾ. പിന്നെ ഇതൊരു ഡ്രസ്സാണ്. ഇത് ഇത്തിരി കോസ്റ്റ്ലി ഡ്രസ്സാണ്, പക്ഷെ ഇതിൻ്റെ ഈ ഇന്നർ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി ഞാൻ സ്ലീവ്ലെസ് ഒന്നും ഇടാറില്ല, എല്ലാവരെയും പോലെ തന്നെ സ്ലീവ്ലെസ് ഇടുമ്പോഴുള്ള പ്രശ്നം തന്നെയാണ്. പിന്നെ എനിക്ക് അത്ര കോൺഫിഡൻസും അല്ല കേട്ടോ, ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. നൂഡിൽ സ്ട്രാപ്സ് ഒക്കെ ഉള്ള നല്ല ഡ്രസ്സാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അതിൻ്റെ ഒരു കോട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ കോട്ടിൻ്റെ മെറ്റീരിയൽ അത്ര സുഖമില്ല, അതിൻ്റെ കളറും അത്ര സുഖമില്ല. നേരിട്ട് കാണുമ്പോൾ ഒരു ഡിമ്മായിട്ടുള്ള കളറാണ്. ഇതിന് ഭയങ്കര കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കളറാണെങ്കിൽ നന്നായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിലുള്ള വേറെ ഏതെങ്കിലും ഡ്രസ്സ് വെച്ച് ഇത് പെയർ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 800 വരുന്നത്. ഇത്തിരി കോസ്റ്റ്ലിയാണ്, പക്ഷേ മെറ്റീരിയൽ കൊള്ളാട്ടോ. ഇത് നല്ല മെറ്റീരിയലാണ്. ഇതിൻ്റെ കോട്ട് മാത്രമാണ് നമുക്ക് അത്രയ്ക്കങ്ങോട്ട് സൂട്ടാവാത്തത്. ഇതിൻ്റെ വില MRP എന്ന് പറയുന്നത് 3200 രൂപയാണ്, 199 രൂപയാണ്. പക്ഷേ 800 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കാര്യത്തിൽ ചെറിയ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഞാൻ. ആക്ച്വലി ഇതെന്ന് പറയുന്നത് നമ്മുടെ മുട്ട് വരയ്ക്കുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ഞാൻ അങ്ങനത്തെ ടോപ്പുകൾ അത്ര വീട്ടിലങ്ങോട്ട് ഒരുപാട് ഇറക്കം കുറഞ്ഞത് ഇടാത്ത ഒരാളായതുകൊണ്ട് പുറത്ത് പോകുമ്പോഴും ഇടാത്ത ആളാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് അംബ്രല്ല കട്ടുള്ള ശരിക്കും നല്ല രസമുള്ള ടോപ്പാണ്. ഇതിനൊരു 300 റേഞ്ചാണ്. 300 ശരിക്കും വർത്താണ്. പക്ഷേ പ്രോബ്ലം എന്താ വെച്ചാൽ ലെങ്ത്ത് കുറഞ്ഞു പോയി. പിന്നെ നമുക്കിതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് അംബ്രല്ല കട്ട് വരുന്ന ഡ്രസ്സായതുകൊണ്ട് ഇതിൻ്റെ കൂടെ പാൻറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ എത്ര സൂട്ടാവും എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഞാൻ ഇത്തിരി ഷോർട്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് എത്രമാത്രം എനിക്ക് സൂട്ടാവുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ വളരെ വിഷമത്തോടെ ഇത് റിട്ടേൺ ചെയ്യാണ് എന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, മിന്ത്രയിൽ നിന്നും അജിയോയിൽ നിന്നൊക്കെ ഡ്രസ്സ് എടുക്കുന്നവർ ആണ് നിങ്ങളെങ്കിൽ മിന്ത്രയെക്കാളും എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് കേട്ടോ, കുറച്ച് റേറ്റ് വ്യത്യാസം ഫീൽ ചെയ്തിരിക്കുന്നതും ഒക്കെ അജിയോയിലാണ് കൂടുതലും നമുക്ക് ഓഫറിൽ കിട്ടുക. അതായത് നമ്മൾ മിന്ത്രയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ അജിയോയിൽ നമ്മൾ ടോപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ, നമ്മൾ കുർത്ത സെറ്റുകളൊക്കെ അല്ല കേട്ടോ ഞാൻ കുർത്ത പറയുന്നത്. ഞാൻ നോർമലി കുർത്ത മേടിക്കുന്ന അജിയോന്നാണ്. അജിയോയിൽ അവാസ എന്ന് പറയുന്ന കുർത്ത എനിക്ക് പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് എപ്പോഴും മേടിക്കാറുള്ളൂ. വേറെ ഒരു കുർത്തയും ഞാൻ ട്രൈ ചെയ്യാറുമില്ല കേട്ടോ. അപ്പോൾ അവാസയുടെ മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ പാൻറ്റുകൾ, ടോപ്പുകൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ റീസണബിൾ റേറ്റിൽ നമുക്ക് അജിയോന്ന് കിട്ടും. പക്ഷേ അതിൽ സൈസ് എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടൊന്നും ലെങ്ത് ഒന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. മിന്ത്രയിൽ അങ്ങനെയല്ല, മിന്ത്രയിൽ വളരെ നന്നായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഞാൻ സ്റ്റോക്ക് ചെയ്യാണ്. ഇത് മാത്രമാണ് റിട്ടേൺ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. നോക്കട്ടെ, 1-2 തവണയും കൂടി ഇട്ട് നോക്കിയിട്ട് വേണം ഇനി ഡിസൈഡ് ചെയ്യാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്